ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു വാട്ട് ഐ കുക്ക് ആൻഡ് ഈറ്റിൻ്റെ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ ഐറ്റംസ് ആണ് കുക്ക് ചെയ്യുന്നത്, കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. നോർമലി കഴിക്കുന്ന ഫുഡ് അല്ലാണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കും കൂടിയും ആ റെസിപ്പീസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കുറച്ച് ഡേയ്സായി വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ ഭയങ്കര മടി ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ എടുക്കാനാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെയ്യണം വിചാരിച്ചിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ചപ്പാത്തി റാപ്പ് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു ബോയിൽഡ് എഗ്ഗിൻ്റെ മിക്സാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബോട്ടിലിൽ കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അത് പുഴുങ്ങിയെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചെറിയ സൈസിലുള്ള മുട്ടയാണ് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. ശരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് എനിക്ക് 2 മുട്ട മതി. പിന്നെ ഒരെണ്ണം ഞാൻ റുവ ബേബിക്ക് കൊടുക്കാലോ വെച്ചേക്കാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 2 ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. റാപ്പ് ആദ്യം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ എഗ്ഗ് ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ അപ്പുറത്ത് ഞാൻ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം, എന്നിട്ട് ചുട്ടെടുക്കാം കേട്ടോ സെയിം ടൈമിൽ തന്നെ. എണിച്ചിട്ട് വെള്ളം കുടിച്ചോളെ, കുറച്ച് വെള്ളം കുടിച്ചോ. വെള്ളം വേണ്ട, ഇങ്ങനെ കരയുന്നു. ഓ കുറച്ചും കൂടി ഗുഡ് ഗേൾ അല്ലേ. കരയണ്ട. റുവ ബേബിക്ക് എന്താ പാപ്പുള്ളത്? റുവ ബേബിക്ക് ചപ്പാത്തി ഉണ്ട്, എഗ് ഉണ്ട് കേട്ടാ. കണ്ട ഓക്കെ. ഇനി നമ്മളുടെ റാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തും ഓരോ ഐറ്റംസ് വെച്ച് കൊടുക്കണം.
പുഴുങ്ങിയ മുട്ട എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഒരു ഫോർക്ക് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സബോളയും തക്കാളിയും കുറച്ച് മല്ലിയിലയും ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സോൾട്ടും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മയണൈസ് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിനെ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ 2 റാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ഒരു ഹാഫ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്. ആൻഡ് നമ്മളുടെ ഫൈനൽ സൈഡിൽ ഞാൻ കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടിയും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മൾ നേരത്തെ ചപ്പാത്തി ചുട്ട ഈ ഒരു പാനിൽ തന്നെ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ ആ ഒരു റാപ്പ് വെച്ചിട്ട് അതിൻ്റെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ചീസി സൈഡ് താഴേക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ചപ്പാത്തി റാപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു ചപ്പാത്തി റാപ്പ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റുവ ബേബി നല്ല കുട്ടിയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കേട്ടാ. ഹൈ ചെയറിലിരുന്നിട്ട് നല്ല ഗുഡ് ഗേളാണ്. ഞാനപ്പോൾ അതേ ഈ ഒരു ചപ്പാത്തി റാപ്പിലേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സുലൈമാനി സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ളതാണ് കേട്ടോ. എൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പറല്ലേ? അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കഴിക്കട്ടെ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമായി. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വാട്ടർമെലൺ ജ്യൂസ്. അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്കിന്ന് ഉച്ചക്കലത്തെ ലഞ്ച് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് വെജിറ്റബിൾ പുലാവും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പുലാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് ഇതേ സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 സവോള എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, വേഗം വഴന്ന് വരാൻ. ഈ സവോളൊക്കെ ഇതേ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 2 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു പകുതി തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തിട്ട് നീളനെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇങ്ങനെ വേഗം വഴന്ന് വരുമല്ലോ, അത് കാരണമാണ് ഞാൻ ഇതിൽ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ക്യാരറ്റും പൊട്ടറ്റോ ആണ്. അത് രണ്ടും ഞാൻ ജസ്റ്റ് ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ട് കുഞ്ഞേ പീസസ് ആയി കട്ട് ചെയ്തിട്ട്. അതപ്പോൾ ഓൾറെഡി കുക്കായതല്ലേ, അപ്പോൾ കുറേ ടൈം എടുക്കൂലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഇത്രയും ഐറ്റംസ് അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചതാണ് ഈ പൊട്ടാറ്റോയും ക്യാരറ്റും.
അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് പിന്നെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഇളക്കി എടുക്കണ്ട, കാരണം അത് പൊടിയൂലേ, അതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോറ് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യല്ലേ ചെയ്ത്. അങ്ങനെ അല്ലാണ്ട് തന്നെ ഈ വെജിറ്റബിൾസും റൈസും ഒക്കെ കൂടി ഒന്നിച്ചിട്ടിട്ട് കുക്കറിൽ ഉണ്ടാക്കാനും പറ്റും. പക്ഷേ എനിക്ക് അതത്ര ഇഷ്ടമില്ല. ഈ അരിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി എടുക്കണതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഈ ഒരു റൈസിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കഴിച്ചു നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഉപ്പ് കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ഒരു നാരങ്ങ നീരും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലായിട്ട് ഇതേ കുറച്ചും കൂടി നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ചിക്കനിലേക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും, പിന്നെ അത്ര എരിവും വരില്ല. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഐറ്റംസ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നടുകീറിയതും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് ടൈം ഇവിടെ ഒന്ന് വെക്കാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾ പുലാവ് ഇൻ ഫ്രൈ, പിന്നെ ഇതേ ഞാൻ നാരങ്ങ അച്ചാറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ചോറിലേക്ക് ഇങ്ങനെ ഒരു ചിക്കൻ പീസ് വെച്ച് കുറച്ച് അച്ചാറും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കണം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി ഉള്ള കാരണം നമുക്ക് ഒരു കുറവില്ല. അപ്പം ഞാനിത് കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മധുരത്തിനായിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി കണ്ടുപിടിച്ചത്. അതായത് ബ്രെഡ് രസ്മലായി ആണ്. ഇതിന് ജസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ആ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് അതുണ്ടാക്കിയിട്ട് കഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ബ്രെഡ് രസ്മലായി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക, ഈ ഒരു മിൽക്കിൽ ഡിപ്പ് ചെയ്യുക. മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ നട്ട്സ് വെക്കണം. അപ്പം ഞാനിതേ ഇവിടെ നമ്മളിൽ ഇഷ്ടമുള്ള നട്ട്സ് എടുക്കുക. ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂസും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതെ, ഈ ഒരു രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ.
ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇത് ഇവിടെ ഒരു 8 ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ആ ഒരു കസ്റ്റാർഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു പാനിൽ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് കട്ടിയായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസി മാറിയിട്ട് ഇത്തിരി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര തിക്കാക്കാൻ നോക്കുന്നില്ല. ഇത്ര തിക്കാവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കസ്റ്റേർഡ് മിക്സ്. ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെയും മുകളിലേക്ക് ആവുന്ന പോലെ ആയിട്ട് നമുക്ക് ഫുള്ളും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നട്ട്സ് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളി ലുക്കിലുള്ള രസ്മലായി, ബ്രെഡ് രസ്മലായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് രസ്മലായി എങ്ങനെയുണ്ടെന്ന് ട്രൈ ആക്കി നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബ്രെഡിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സും കൂടി ആക്കിയിട്ട് കഴിച്ചു നോക്കണം. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മളിത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത്രയും സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു വാട്ട് ഐ കുക്ക് ആൻഡ് ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ.